അപ്പൊ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് 3 ശ്ലോകങ്ങളാണ്. ശ്ലോക 10, ശ്ലോക 11, ശ്ലോക 12. ഇത് മൂന്നും ചാപ്റ്റർ 4-ാമത്തെ അധ്യായത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഇത് ഭഗവത്ഗീത എന്ന പുസ്തകത്തിൽ നിന്നാണ് ഞാൻ ഈ 3 ശ്ലോകങ്ങൾ തിരഞ്ഞെടുത്തത്. അപ്പൊ നമുക്ക് നോക്കാം ഈ 3 ശ്ലോകങ്ങൾ എന്താന്നുള്ളത്. അപ്പോ ഞാൻ ഇത്രയും ദിവസം പറഞ്ഞു, നിങ്ങൾ ആ ഒരു വലിയ അത്രയും ശക്തിശാലിയായിട്ടുള്ള, അത്രയും ബുദ്ധിയുള്ള, അത്രയും സ്നേഹമുള്ള, അത്രയും മറ്റുള്ളവരെ പരിപാലിക്കുന്ന ആ വലിയ ആത്മാവുമായി നിങ്ങളുടെ ആത്മാവ് ഒന്നാവണം, നിങ്ങളുടെ ബുദ്ധി ഒന്നാവണം. അപ്പോ ഇതെങ്ങനെ ഒന്നാവും? ഇതെങ്ങനെ ഒന്നാക്കാം? അത് പറഞ്ഞാലല്ലേ ഒരു കാര്യമുള്ളൂ. ഇത് കാണുന്നതിൽ, ഈ വീഡിയോ കാണുന്നതിൽ നിന്നും, ഇത്രയും വീഡിയോ കണ്ടതിൽ നിന്നും നമുക്കൊരു കാര്യം കിട്ടണമെങ്കിൽ അത് എങ്ങനെ ഒന്നാക്കാം എന്നറിയണം. അപ്പൊ ശ്ലോക 8 ഇതെങ്ങനെ ഒന്നാക്കാം എന്നുള്ളതിനെ പറ്റിയാണ്. ഞാൻ ശ്ലോകം ഒരു പ്രാവശ്യം വായിക്കാം. ശ്ലോക 10. വിതരാഗ് ഭയക്രോധാമന്മയാ മാമുപാശ്രിതാഃ ബഹവോ ജ്ഞാനസ്പസാ പൂതാ മദ്ഭാവമാഗതാഃ. അപ്പൊ ഇതില് ജ്ഞാനാത് പസാപൂത എന്ന് വെച്ചാ, ഒന്ന് ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനത്തെ ഒരു കോൺഷ്യസ്നെസ്, ഇങ്ങനത്തെ ഒരു വലിയ ബുദ്ധി ഉണ്ട് എന്നും ആ വലിയ ശക്തി ഉണ്ട് എന്നും പുസ്തകങ്ങളിൽ നിന്നും വായിച്ച് അത് വിശ്വസിക്കുക. അങ്ങനെ വിശ്വസിച്ചിട്ട് പിന്നീട് നമ്മൾ അതാണെന്ന് വിശ്വസിച്ച് നമ്മളുടെ ചുറ്റുമുള്ളതെല്ലാം അതാണെന്ന് വിശ്വസിക്കുക. അങ്ങനെ വിശ്വസിച്ചിട്ട് നമ്മൾ അതാവുമ്പോൾ അത് എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എല്ലാവരെയും സ്നേഹിക്കണം. അത് എല്ലാവരുടെ നന്മയ്ക്കും വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. അപ്പൊ നമ്മളും എല്ലാവരുടെ നന്മയ്ക്കും വേണ്ടി ജീവിക്കണം. അത് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അതിന്റെ ഫലവും എല്ലാം ചുറ്റുമുള്ള എല്ലാത്തിനും സമർപ്പിക്കണം. അങ്ങനെ സമർപ്പിക്കുമ്പോൾ എന്ത് പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിത്ത് രാഗഭയക്രോധ, നമ്മൾക്ക് രാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനോട് അതിയായ അടുപ്പം തോന്നുക. ഒന്നിനോട് അതിയായ അടുപ്പം തോന്നി എന്ത് പറ്റും? നമ്മൾ വിചാരിക്കുന്നത് പോലെ അത് ചെയ്തില്ലെങ്കിൽ നമുക്ക് അതിനോട് ക്രോധം തോന്നും. അങ്ങനെ ക്രോധം തോന്നി എന്ത് പറ്റും? നമ്മൾ അതിനെ ഉപദ്രവിക്കും, അതിനോട് ദേഷ്യപ്പെടും. അങ്ങനെ ആ വസ്തു നശിക്കുകയോ, അത് മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യന് ഒന്ന് ക്രോധം വരാം, അല്ലെങ്കിൽ സങ്കടം വരാം. ഇത് രണ്ടും വന്നാലും ആ മനുഷ്യൻ പിന്നീട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തെറ്റായിരിക്കും. നമ്മൾക്ക് ക്രോധം വന്നുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും തെറ്റായിരിക്കും. ഭയം വന്നാലോ? ഭയത്തിൽ നിന്നാണ് ക്രോധം വരുന്നത്. അതായത് നമ്മളൊരു കാര്യം ഭാവിയിൽ ഇങ്ങനെ സംഭവിക്കുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ചെയ്ത കാര്യങ്ങൾ ഭാവിയിൽ നമ്മൾ വിചാരിച്ച പോലെ നടന്നില്ലെങ്കിൽ നമ്മൾ ഇത്രയും ചെയ്തത് വെറുതെ ആയല്ലോ എന്നുള്ള ആ ഒരു വിഷമവും ആ ഒരു പേടിയും കാരണം നമുക്ക് ക്രോധം വരും. ആ ഭയമാണ് ശരിക്കും ക്രോധം ഉണ്ടാക്കുന്നത്. അപ്പോ ഇങ്ങനെ വിചാരിച്ചാൽ, അതായത് നമ്മൾ നമ്മൾ ആ വലിയ ബുദ്ധിയാണെന്നും ആ വലിയ ശക്തിയാണെന്നും വിചാരിച്ച് ചുറ്റുമുള്ള എല്ലാത്തിലും ആ ശക്തി ഉണ്ടെന്ന് വിചാരിച്ചാൽ നമുക്കിത് മൂന്നും ഉണ്ടാവില്ല. അങ്ങനെ മൂന്നും ഇല്ലാത്ത ഒരു സമയത്ത് മന്മയ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ വലിയ ബുദ്ധി നമ്മളുടെ ഉള്ളിൽ, നമ്മുടെ ബുദ്ധിയിൽ വരും. അത് കഴിഞ്ഞ് നമ്മൾ അത് കുറെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം നമ്മൾ ആലോചിച്ച് ചെയ്യണം. ഓക്കെ, ഇവിടെ കൃഷ്ണനായിരുന്നെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? അങ്ങനെ ആലോചിച്ച് ഒരു സമയത്ത് മന്മയായി, അതായത് നമ്മളുടെ ഉപബോധ മനസ്സിൽ കൃഷ്ണൻ വരും. പിന്നെ നമ്മൾ ആലോചിക്കുന്നതെല്ലാം കൃഷ്ണൻ ആലോചിക്കുന്നത് പോലെ ആയിരിക്കും. നമ്മൾ ചെയ്യുന്നതെല്ലാം കൃഷ്ണൻ ചെയ്യുന്നത് പോലെ ആയിരിക്കും. അതാണ് മാം ഉപസൃത. ഉപസൃത എന്ന് പറഞ്ഞാൽ ഉള്ളിലിരിക്കുന്നു. ആദ്യം
മനസ്സിൽ വരുന്നു, പിന്നെ ഉള്ളിലിരിക്കുന്നു. അത് കഴിഞ്ഞ് എന്ത് പറ്റും? അങ്ങനെ അത് കുറേ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മദ്ഭാവമാഗതാഹ. ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ സ്വഭാവം, അതേ അതേ മനസ്സ്, അതേ ആത്മാവ്, അതായത് ആ ആത്മാവായി മാറും. നമ്മുടെ അഹം എന്ന ആത്മാവ് മാറിയിട്ട് ആ അഹത്തിന്റെ ഭാഗത്ത് ആ ആത്മാവ് വരുന്നു. അതാണ് മദ്ഭാവമാഗതാഹ. അങ്ങനെ ആ ആത്മാവ് വന്ന നമ്മളെന്ന വസ്തു ഇല്ല അവിടെ. എനിക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല, ഞാനാണ് വലുത് എന്നുള്ള ഒരു ഇത് വരില്ല, എനിക്കെല്ലാം അറിയാമെന്നുള്ള അഹംഭാവം വരില്ല, അയ്യോ എനിക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള പേടി വരില്ല, അയ്യോ അവൻ എന്നെ ഇങ്ങനെ ചെയ്തല്ലോ അപ്പൊ എനിക്ക് അവനെ പ്രതികരിക്കണം എന്നുള്ള ആ ക്രോധം വരില്ല. അങ്ങനെ ഒന്നും വരില്ല. അങ്ങനെ ശത്രുക്കളെ ഇല്ലാതാവുന്നു. അങ്ങനെ നമ്മൾ ആ വലിയ ബുദ്ധിയാവുന്നു. ആ വലിയ ബുദ്ധിയായ ആ വലിയ ബുദ്ധിയുടെ എല്ലാ സിദ്ധികളും നമുക്ക് ലഭിക്കുന്നു. അതിന്റെ എല്ലാ ഓർമ്മകളും ലഭിക്കുന്നു. അതിന്റെ എല്ലാ ജ്ഞാനവും ലഭിക്കുന്നു. ആ ജ്ഞാനം ഉപയോഗിച്ച് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് നന്മകൾ ചെയ്യുന്നു. മറ്റുള്ളവർക്കും ഈ ജ്ഞാനം പകർന്നു കൊടുക്കുന്നു. അങ്ങനെ മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഈ ജ്ഞാനം ലഭിച്ച് മറ്റുള്ള എല്ലാവരും പരമാത്മാവിൽ ലയിക്കുന്നു. അങ്ങനെ പരമാത്മാവ് ഒന്നാവുന്നു. അങ്ങനെ പരമാത്മാവ് ഒന്നാവുമ്പോൾ പരമാത്മാവിന് ഈ പ്രപഞ്ചം എന്ന ഗർഭപാത്രത്തിൽ നിന്നും ജന്മം ലഭിക്കുന്നു. ഞാൻ അടുത്ത ശ്ലോകം വായിക്കാം. യേ യഥാ മാം പ്രപദ്യന്തെ താം തദൈവ ഭജാമ്യഹം മമ വർത്തമാനുവർത്തന്തെ മനുഷ്യാഹ പാർത്ഥ സർവശഃ. പ്രപദ്യന്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് പോവുക, അല്ലെങ്കിൽ കൂടുതൽ സമർപ്പിക്കുക. സറണ്ടർ എന്നാണ് ഇംഗ്ലീഷ് അർത്ഥം. അതായത് കൂടുതലായി നമ്മൾ സമർപ്പിക്കുക. എത്രത്തോളം ഭജാമ്യഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം നമ്മൾക്ക് ഗുണം കിട്ടുമെന്നാണ് പറയുന്നത്. അതായത് ഞാൻ മുന്നേ പറഞ്ഞ ആ കാര്യം, അതായത് നമ്മൾ ആ പരമാത്മാവായി എത്രത്തോളം നമ്മൾ ആ പരമാത്മാവായി മാറാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം ആ പരമാത്മാവ് നമ്മളെ സഹായിക്കും, ആ പരമാത്മാവാനായിട്ട്. അപ്പോ ഇത് നമ്മള് ആ പരമാത്മാവ് അവിടെ വെറുതെ ഇരുന്നിട്ട് നമ്മൾ ഒരുപാട് പ്രയത്നിക്കുന്ന പോലെയല്ല. നമ്മൾ എത്രത്തോളം പ്രയത്നിക്കുന്നുണ്ടോ അതിന്റെ പ്രയത്നിക്കാൻ തുടങ്ങിയ അതിന്റെ 2 ഇരട്ടി പ്രയത്നം പരമാത്മാവ് നമ്മൾക്കായി ചെയ്യും. അങ്ങനെ നമ്മൾ വേഗം പരമാത്മാവിലെത്തും. കാരണം പരമാത്മാവിന് മോക്ഷം വേണം. അതേപോലെ പരമാത്മാവ് നമ്മളെക്കാട്ടിലും 2 ഇരട്ടി ഉത്സാഹത്തോടെ ആയിരിക്കും നമ്മളെ പരമാത്മാവിലോട്ട് ലയിക്കുക. നിങ്ങൾ ജസ്റ്റ് ഒരു കാല് വെച്ചാൽ മതി, പിന്നെ 2 കാല് പരമാത്മാവ് വയ്ക്കും. ആ 2 കാലിന്റെ പ്രചോദനം വെച്ച് നിങ്ങൾ 2 കാല് വയ്ക്കും. അപ്പൊ 4 കാല് പരമാത്മാവ് വയ്ക്കും. അങ്ങനെ നിങ്ങൾ പെട്ടെന്നായിരിക്കും പരമാത്മാവിലോട്ട് ലയിക്കുക. ഇതിന് വേറൊരു വ്യാഖ്യാനം കൂടി ഉണ്ട്. അതായത് നിങ്ങൾ പരമാത്മാവായി ചിന്തിക്കാനും പരമാത്മാവിന്റെ ജ്ഞാനവും കിട്ടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എങ്ങനെ പരമാത്മാവാം എന്നുള്ള, പരമാത്മാവിൽ കൂടുതൽ ലയിക്കാം, മറ്റുള്ളവരെ എങ്ങനെ കൂടുതൽ ലയിപ്പിക്കാം എന്നുള്ള ജ്ഞാനം ലഭിക്കുന്നു. അങ്ങനെ ജ്ഞാനം ലഭിക്കുമ്പോൾ കൂടുതൽ പരമാത്മാവിനെ അറിയുന്നു. അങ്ങനെ കൂടുതൽ പരമാത്മാവിനെ അറിയുമ്പോൾ കൂടുതൽ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ മനസ്സിലാക്കുന്നു. നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കുന്നു. അങ്ങനെ കൂടുതൽ മനസ്സിലാക്കും തോറും നിങ്ങൾക്ക് കൂടുതൽ പരമാത്മാവിലോട്ട് ലയിക്കാനുള്ള വഴികളും ജ്ഞാനവും എല്ലാം ലഭിക്കുന്നു. അങ്ങനെ ജ്ഞാനം ലഭിക്കുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ഉള്ള വേഗതയിലായിരിക്കില്ല, അതിലും കൂടുതൽ വേഗത്തിലായിരിക്കും ലയിക്കുക. അപ്പോ ഒരു കാൽവെപ്പ് നിങ്ങൾ പരമാത്മാവിലോട്ട് എടുക്കുമ്പോൾ ആലോചിക്കുക, അത് അടുത്ത ഇതേ ഊർജം
മതി അടുത്ത 4 കാലഘട്ടത്തിന്, അതേ ഊർജം മതി അടുത്ത 8 കാലഘട്ടത്തിന് എന്നുള്ള രീതിയിൽ. അപ്പൊ അടുത്ത ശ്ലോകത്തിലോട്ട് പോവാണ്. ശ്ലോകം 12. കാംക്ഷന്തഃ കർമ്മണാം സിദ്ധിം യജന്താ ഇഹ ദേവതാഃ ക്ഷിപ്രം ഹി മനുഷേ ലോകേ സിദ്ധിർഭവതി കർമ്മജാ. അപ്പോ ഈ ശ്ലോകം എന്താ പറയണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും ജോലി ചെയ്യുന്നുണ്ട് ഇല്ലേ? പക്ഷെ നമ്മൾക്ക് പെട്ടെന്ന് ഈ ജോലിയിൽ നിന്ന് പെട്ടെന്ന് ഒരുപാട് ധനം അല്ലെങ്കിൽ ഒരുപാട് സമ്പത്ത് സൃഷ്ടിച്ചിട്ട് ഈ ചെയ്യുന്ന കർമ്മത്തിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് മോക്ഷം വേണം. ആ മോക്ഷം എങ്ങനെ ലഭിക്കും എന്നാണ് ഈ ശ്ലോകം പറയുന്നത്. അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം യജന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമർപ്പണ ഭാവത്തോടു കൂടി. ആർക്കാണ് സമർപ്പിക്കേണ്ടത്? ദേവതാഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വലിയ കോൺഷ്യസ്നെസ് ഉണ്ടല്ലോ, ആ വലിയ കോൺഷ്യസ്നെസ് സമർപ്പിക്കാം. ഞാൻ ഇന്ന് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഭഗവാന് വേണ്ടിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഭഗവാന് വേണ്ടി ചെയ്യുമ്പോൾ ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ചെയ്യണം. അപ്പൊ അത്രയും നന്നായി ചെയ്യണം. കാരണം ഭഗവാൻ അത്രയും ബഹുമാനവും അത്രയും ഭക്തിയുമാണ് നമ്മൾ കൊടുക്കുന്നത്. നിങ്ങൾ ഭഗവാനായി കാണുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആരാധിക്കുന്ന എന്തിനേയും മനസ്സിൽ കരുതിയിട്ട് അതിന് ആയി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അത്രയും ആത്മാർത്ഥതയോടുകൂടിയായിരിക്കും ആ കാര്യം ചെയ്യുക. അപ്പൊ അത്രയും ആത്മാർത്ഥതയോടുകൂടി ആ കാര്യം ചെയ്യുമ്പോൾ അതിൽ നിന്നും അത്രയും ജ്ഞാനം ലഭിക്കുന്നു. അങ്ങനെ ലഭിക്കുന്ന ജ്ഞാനം നിങ്ങൾ എന്ത് ചെയ്യും? ജ്ഞാനം നിങ്ങൾക്ക് ധനമാക്കി മാറ്റാം. അതായത് ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ച് അതിൽ നിന്നും ആൾക്കാരിൽ നിന്ന് പൈസ വാങ്ങാം. അല്ലെങ്കിൽ അതും സമൂഹത്തിന് ഒരു സമർപ്പണമായി ചെയ്യാം. അങ്ങനെ സമൂഹത്തിന്, കാരണം സമൂഹമാണ് ആ വലിയ പരമാത്മാവ്. ആ വലിയ പരമാത്മാവിന് ഇത് സമർപ്പണമായി ചെയ്യുമ്പോൾ എന്ത് പറ്റും? ആ വലിയ പരമാത്മാവ് നമ്മളെ ഒരുപാട് പരമാത്മാവ് നമ്മളിലോട്ട് വരും. നമ്മൾ പരമാത്മാവിലോട്ട് പോകുന്നതിന്റെ 2 ഇരട്ടി വേഗത്തിൽ പരമാത്മാവ് നമ്മളിലോട്ട് വരും. എന്ന് വെച്ചാൽ ചുറ്റുമുള്ള എല്ലാവർക്കും നമ്മൾ സേവനം ചെയ്യുമ്പോൾ ചുറ്റുമുള്ള എല്ലാവരിലും ആ ഒരു സ്നേഹം ഉണ്ടാവുന്നു. ചുറ്റുമുള്ള എല്ലാവരും നമ്മളെ വിശ്വസിക്കുന്നു. ചുറ്റുമുള്ള എല്ലാവരും അവരാൽ കഴിയുന്ന നന്മ നമ്മൾക്ക് ചെയ്യുന്നു. അല്ലെങ്കിൽ അവരാൽ കഴിയുന്ന നമ്മളെ മാതൃകയാക്കി നമ്മൾക്ക് നന്മ ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നു. അങ്ങനെ നന്മ പ്രപഞ്ചം മൊത്തം പടർന്ന് അതൊരു വലിയ നന്മയായി നമ്മളിൽ എല്ലാവരിലും എത്തുന്നു. അങ്ങനെ എത്തുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ പെട്ടെന്നായിരിക്കും നടക്കുക. അങ്ങനെ വളരെ പെട്ടെന്ന് നടക്കുമ്പോൾ കൂടുതൽ ജ്ഞാനം ലഭിക്കുന്നു. അങ്ങനെ കൂടുതൽ ജ്ഞാനം ലഭിക്കുമ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും പഠിച്ചെടുക്കാനുള്ള കഴിവ് കിട്ടുന്നു. അങ്ങനെ എല്ലാം എടുത്തതിന് ശേഷം നമ്മൾക്ക് കർമ്മമോചനം ഉണ്ടാവുന്നു. പിന്നീട് നമുക്ക് ജോലി ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോ ദേവത എന്ന് പറയുമ്പോൾ ഉപദേവതകൾ എന്ന് പറയാം. അതായത് ആ വലിയ പരബ്രഹ്മത്തിന്റെ ചെറിയ ഭാഗങ്ങളാക്കി മാറ്റിയിരിക്കുകയാണ്. അതായത് ഇപ്പൊ സൃഷ്ടിക്ക് ബ്രഹ്മാവ്, നിലനിൽപ്പിന് മഹാവിഷ്ണു, സംഹാരത്തിന് പരമശിവൻ, സമയം നിയന്ത്രിക്കുന്നതിന് കാലഭൈരവൻ, തെറ്റും ശരിയും ജീവിക്കുന്ന മനുഷ്യരുടെ തെറ്റും ശരിക്കും അനുസരിച്ച് അവർക്ക് കർമ്മം കൊടുക്കുന്നതിന് ശനിദേവൻ, അതേപോലെ മരിച്ചതിന് ശേഷം അവരുടെ കർമ്മത്തിനനുസരിച്ച് ഫലം കൊടുക്കാൻ യമധർമ്മദേവൻ, അതേപോലെ ഇവരുടെ എല്ലാം ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ ആ ഒരു ഊർജം വേണം. ആ ഊർജം ലഭിക്കുന്നത് അവരുടെ എല്ലാം സ്ത്രീ ആയ, ഇപ്പൊ ബ്രഹ്മാവിന്റെ ആണെങ്കിൽ സരസ്വതി, മഹാവിഷ്ണുവിന്റെ ആണെങ്കിൽ ലക്ഷ്മി ദേവി, ശിവന്റെ ആണെങ്കിൽ പാർവതി ദേവി, അങ്ങനെ. പിന്നെ ഇനിയിപ്പോ ജ്ഞാനം കൂടുതലാണെങ്കിൽ അത് മുരുകനായി. അങ്ങനെ പല ദേവതമാരുണ്ട്. അപ്പൊ ഈ പല ദേവതമാർ ഓരോ കർമ്മത്തിനും, അതായത് ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾക്കും ഓരോ ദേവതയുണ്ട്. ഇപ്പോ ജലത്തിന്റെ സമ്പൂർണ്ണ കാര്യങ്ങൾ നോക്കുന്നത് ജലദേവൻ. പഞ്ചഭൂതങ്ങളാണ് ആ 5 കാര്യങ്ങൾ നോക്കുന്നത്. ഈ പഞ്ചഭൂതങ്ങൾക്ക് ആത്മാവുണ്ടെന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ കർമ്മം
ഏതൊക്കെ ദേവതകളുമായി ബന്ധിതമാണോ ആ ദേവതകൾക്കായി ചെയ്യുക എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് നമ്മൾ ഏത് ഡിപ്പാർട്ട്മെന്റിലാണോ പണിയെടുക്കുന്നത്, അല്ലെങ്കിൽ ഏത് വിഭാഗത്തിലാണോ നമ്മൾ പണിയെടുക്കുന്നത്, ആ വിഭാഗത്തിലുള്ള എല്ലാവർക്കുമായി നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ, എന്റെ ജോലി ഞാൻ മറ്റുള്ള ആ വിഭാഗത്തിലുള്ള എല്ലാവർക്കും നന്മ വരുത്തുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുമ്പോൾ മറ്റുള്ള എല്ലാവരും സന്തുഷ്ടരാകുകയും അവർ നിങ്ങളുടെ ജോലിയെ സഹായിക്കുകയും അതുവഴി നിങ്ങളുടെ ജോലി പെട്ടെന്ന് നടക്കുകയും നിങ്ങൾക്ക് കൂടുതൽ ജ്ഞാനം ലഭിക്കുകയും അങ്ങനെ നിങ്ങൾക്ക് പെട്ടെന്ന് കർമ്മമോചനം ലഭിക്കുകയും ചെയ്യുന്നു. അപ്പൊ കൂടെ ജോലി ചെയ്യുന്നവരെ നിങ്ങൾ എത്രത്തോളം സഹായിക്കുന്നോ അത്രത്തോളം നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കുകയും അത്രത്തോളം നിങ്ങൾക്ക് സഹായം ലഭിക്കുകയും അതുവഴി നിങ്ങൾക്ക് കൂടുതൽ ജോലി ചെയ്യാൻ കഴിയുകയും അതുവഴി നിങ്ങൾ വലിയ വലിയ സ്ഥാനങ്ങളിൽ എത്തുകയും ചെയ്യുന്നു. അപ്പൊ എല്ലാവരെയും സഹായിക്കാനും ആ പരബ്രഹ്മത്തിൽ ലയിക്കാനുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. നമോ നാരായണ.